ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എജു സ്റ്റെപ്സിലോട്ട് സ്വാഗതം. ഇന്ന് ഡിഗ്രി പ്ലസ് ടു ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കായിട്ടുള്ള അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിൽ വന്നിട്ടുള്ള വിദേശികളിൽ ആദ്യം വന്ന വിദേശികൾ എന്ന് പറഞ്ഞാൽ അറബികളാണ് അല്ലേ. അപ്പോൾ ആദ്യം വന്ന വിദേശി ചോദിച്ചാൽ നമുക്ക് അറബി പറയും. എന്നാൽ ആദ്യം വന്നിട്ടുള്ള യൂറോപ്യൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസാണ്. പോർച്ചുഗീസ് കഴിഞ്ഞാൽ പിന്നെ വന്നത് ഡച്ച്, പിന്നെ വന്നത് ബ്രിട്ടീഷുകാർ, പിന്നെ വന്നത് ഫ്രഞ്ച് അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ആദ്യം വന്ന പോർച്ചുഗീസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമ വന്നത് 1498 മെയ് 20 അല്ലേ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡേറ്റ് അടക്കം പഠിക്കണം. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തുന്നത്. അതായത് കേരളത്തിൽ ആണ് എത്തിയത്. എവിടെയാണ്? കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഏത് രാജാവാണ്, പോർച്ചുഗലിലെ ഏത് രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലോട്ട് അയച്ചതെന്ന് ചോദിച്ചാൽ ഡോം മാനുവൽ, അല്ലെങ്കിൽ മറ്റൊരു പേര് മാനുവൽ ഒന്നാമൻ. അതായത് ഡോം മാനുവൽ, അതായത് മാനുവൽ ഒന്നാമൻ എന്ന രാജാവാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അങ്ങനെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലോട്ട് പുറപ്പെട്ടിട്ടുള്ള ആ കപ്പലിൻ്റെ പേര് സെൻറ്റ് ഗബ്രിയേൽ എന്നാണ്. സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലോട്ട് വന്നെത്തി, അതായത് കേരളത്തിൽ കോഴിക്കോട് കപ്പൽ ഇറങ്ങിയിട്ടുള്ള ആ കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. അതുപോലെ അതിനെ അനുഗമിച്ച 2 കപ്പലുകളുണ്ട്. അതാണ് സെൻറ്റ് റാഫേലും ബെറിയോയും. സെൻറ്റ് റാഫേൽ, മറ്റൊന്ന് ബെറിയും. പിന്നീട് 1499 തന്നെ ലിസ്ബണിലോട്ട് തിരിച്ചു പോയിട്ടുമുണ്ട് ഓരോരോ സംഭവങ്ങൾക്കൊക്കെ ശേഷം. ഇനി രണ്ടാമതായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ ആരാന്ന് ചോദിച്ചാൽ പെട്രോ അൽവാരിസ് കബ്രാളാണ്. അതും രാജാവ് തന്നെ നേരിട്ട് അയച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രതിനിധിയായിട്ട് ഐറസ് കൊറിയ എന്നൊരു ആളും കൂടെ ഉണ്ടായിരുന്നു ഇയാളുടെ കൂടെ. അപ്പോൾ ഈ ഐറസ് കൊറിയയാണ് നമ്മുടെ ഫസ്റ്റ് വാസ്കോ ഡ ഗാമ വന്ന സമയത്ത് സാമൂതിരി കച്ചവട ആവശ്യങ്ങൾക്കല്ലാതെ കൂടുതലായിട്ടുള്ള ഒരു സഹായമൊന്നും നൽകിയിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഒരു വ്യാപാര ഇത് നൽകുന്നത് ഐറസ് കൊറിയക്കാണ്. സാമൂതിരി അങ്ങനെയൊരു ഒരു അഗ്രിമെൻ്റ് നൽകുന്നത് ഐറസ് കൊറിയക്കാണ്. എന്നാൽ വീണ്ടും 1502 വീണ്ടും വന്നെത്തി വാസ്കോ ഡ ഗാമ 1502 കേരളത്തിൽ വന്നെത്തി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അൽബുക്കർക്കിനെ കുറിച്ചാണ്. അപ്പോൾ അൽബുക്കർക്ക്, അതായത് രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായിട്ടുള്ള അൽബുക്കർക്ക്, ഇദ്ദേഹമാണ് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യം സ്ഥാപിച്ച വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. ഇന്ത്യയിലെ ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ അൽമേഡയാണ്. പോർച്ചുഗീസ് വൈസ്രോയ് അൽമേഡയാണ് ഒന്നാമത്തെ. എന്നാൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അൽബുക്കർക്കാണ്. ഇദ്ദേഹം കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റി? ഗോവയിലോട്ട് പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലോട്ട് മാറ്റിയത് ആരാണെന്ന് ചോദിച്ചാൽ അൽബുക്കർക്കാണ്. പിന്നെ മറ്റൊന്ന് ചെയ്ത് അദ്ദേഹം സതി നിരോധനം നടത്തിയിട്ടുണ്ട്. അൽബുക്കർക്ക്. മറ്റൊന്ന് അൽബുക്കർക്ക് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ സൈന്യത്തിൽ ചേർത്തിട്ട് അവരുടെ പോർച്ചുഗീസ് സൈന്യത്തിൽ ചേർത്തിട്ട് കൂടുതൽ പരിശീലനമൊക്കെ നടത്തി സൈന്യത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചതും അൽബുക്കർക്കാണ്. അതുപോലെ ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. കാരണം പോർച്ചുഗീസുകാർക്കും ഭാരതീയ സ്ത്രീകൾക്കും കൂടെ സങ്കരമായിട്ടുള്ള ഒരു ജനത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് സങ്കരവാസ സങ്കേതങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അൽബുക്കർക്ക് സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഗോവയിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ഇതിന് ശേഷം 1524 ഗാമ പിന്നീട് പോർച്ചുഗീസ് വൈസ്രോയായിട്ട് ഇന്ത്യയിലെത്തുന്നത്. അപ്പോൾ മൂന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായിട്ടാണ് ഗാമ എത്തുന്നത് 1524. അപ്പോൾ 1524 ഡിസംബർ 24 വാസ്കോ ഡ ഗാമ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത് എവിടെയാണ്? കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. ചോദിക്കാം,
വാസ്കോഡ ഗാമയുടെ അന്തരിച്ച ഡേറ്റ് വെച്ച് പഠിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിരിക്കുന്ന പള്ളി സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ്. എവിടെ? കൊച്ചിയിലാണ്. ഓക്കെ. ഈ വീഡിയോയുടെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.